കൊക്ക ഗൈസ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ച് പറഞ്ഞാണ് മലയങ്കിഴി മാറനല്ലൂരിന് അടുത്തായിട്ട് ഹിഡൻ സ്പോട്ട് ഉണ്ടെന്ന്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഈ ഹിഡൻ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ആൾക്കാർ പറഞ്ഞതാണ് ഇവിടെ പാറ ഉണ്ടായിരുന്നു, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഫുള്ള് കാട് പിടിച്ച് പോയി, അതാണ് പറ്റിപ്പോയത്. പക്ഷേ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത് വേറൊന്നുമല്ല, ഇവിടെ നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഹനുമാൻ്റെ ഒരു കാൽപ്പാടുണ്ടെന്ന്. പിന്നെ നമ്മൾ എവിടെയായാലും ഏത് പാറയായാലും ഹനുമാൻ്റെ തലയിലാണല്ലോ. എന്തായാലും ഇതിനകത്തൂടെ കയറാം. ഇവിടെ ഇങ്ങനെ ഒരു കാട് സെറ്റപ്പാണ്, മൊത്തം ചെടികൾ പിടിച്ചു പോയി, മരങ്ങളൊക്കെ പിടിച്ച് കയറി. കണ്ട ഫുള്ള് മുൾച്ചെടിയൊക്കെ ഉണ്ട് കേട്ടോ, മുൾച്ചെടി. ഇതൊക്കെ എൻ്റെ ദേഹത്ത് കുത്തി കയറിയായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്ന് വന്ന് എത്ര നല്ലതായിട്ട് തോന്നണില്ലേ പ്ലേസ്. നോക്കിയാ റോഹൻ നാട് മോളിൽ കയറി എത്തി. ഇത് കണ്ടോ പ്ലേസ്, ഈ പാറ കണ്ടോ, പാറ. എനിക്കിപ്പോൾ പ്ലേസ് പറഞ്ഞു തന്ന ബ്രോ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. ഇപ്പോൾ ബ്രോ പറഞ്ഞത് ഇതിൻ്റെ മുകളിലല്ല, താഴെ ഒരു സംഭവമുണ്ട്. ഒരു വലിയൊരു പാറ, ചെറിയൊരു കുഞ്ഞ് പാറ വെച്ച് അട വെച്ച് വെച്ചിരിക്കുകയാണ്. താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി അട വെച്ച് വെച്ചിരിക്കുകയാണ്. അത് പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഒരു മനുഷ്യരെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ വന്നു, എന്താണ് അവിടെ ഇരിക്കുന്ന, വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുന്ന സംഭവമാണ്, അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊന്ന് പോയി കാണാൻ പറഞ്ഞ്. അവിടെ പോകുന്നതിന് മുമ്പ് ഇവിടെ ഉള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, ഇതുപോലെ പാറയും വള്ളികളുമൊക്കെ പിണഞ്ഞ് കിടപ്പുണ്ട്. ഇതുവഴി നോക്കിയാൽ നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം എന്താ ഇവിടെ മരങ്ങൾ മൊത്തം വളർന്ന് പിടിച്ചു പോയി. ഇവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാറ കണ്ടോ, ഈ ഒരു പാറ ഇങ്ങനെ നിൽക്കുകയാണ്, 2 കൂറ്റൻ പാറകൾ പോലെ. 4 പാറയാണെന്ന് തോന്നുന്നു ആക്ച്വലി. കണ്ടോ, 1, 2, ഇത് പിന്നെ ബാക്കിലൊരെണ്ണം ഉണ്ട്. ഇതുവഴി പോയി കഴിഞ്ഞാൽ കണ്ടോ, മരം ഈ പാറയിൽ കൂടെ ഇങ്ങനെ പോയിരിക്കുകയാണ്. സംഭവം ഒരു നല്ലൊരു പ്ലേസ് ആയിരുന്നു. ഇപ്പം ഭയങ്കര ഒരു ക്രീപ്പി രീതിയിൽ കിടക്കുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, മൊത്തം വള്ളിയൊക്കെ പിടിച്ച്. സത്യം പറഞ്ഞാൽ വന്നിരിക്കാനും സമാധാനത്തിനും പറ്റിയൊരു പ്ലേസ് അല്ല. കുറച്ച് കൗതുകമുള്ളവർക്ക് വരാം. അത് ഞാൻ പറഞ്ഞില്ല പാറയുടെ കാര്യം. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ റോഹയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. തന്നെ ശരിയാണ്. ഈ ഒരു പാറ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് സ്ലിപ്പായി പോകണ്ടേ? ഇത് സ്ലിപ്പായി പോകണ്ട പാറയല്ലേ? പാറയുടെ പുറത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോലെ തള്ളി നോക്കി താഴെ വീഴുമായിരിക്കും. അത് നോക്ക്, കാടവിടെ. എന്ത് മരമാണോ അങ്ങോട്ട്? എടാ വേണ്ട, അങ്ങനെയൊന്നും വരണ്ട, വേറെ പണിയൊക്കെ ആവും. ഇതിന്റെ മുകളിൽ കയറാൻ പറ്റിയ നല്ല വ്യൂ ആയിരിക്കും അല്ലേ? ഇവിടെ മുകളിൽ നോക്കാം. എനിക്ക് വലിയ ഡേഞ്ചർ ആയിട്ട് തോന്നില്ല, ചില സ്റ്റെപ്പ് പോലെ ഇരിപ്പുണ്ട്. അതാണ് ഞാൻ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. നോക്കട്ടെ പോകാൻ പറ്റുമെന്ന്. ചില പാറകൾ ചവിട്ടി പോവാം. അവിടെ മുള്ളിൽ ചെടികളുണ്ട്, അതാണ് ഡേഞ്ചർ. അയ്യോ, കാട് തെളിച്ച് പോകുന്ന അവസ്ഥയാ. കാട് മാത്രമല്ല, മുള്ളിന്റെ ഇടയിൽ കൂടെയാണ് പോണത്. ഇവിടെ മൊത്തം മുള്ളു. ട്രാപ്പായി. ഇനി അതെല്ലാം കെട്ടി തെളിച്ച് പോകേണ്ട അവസ്ഥയാ. കേറിക്കോ. അയ്യോ, ഫുള്ള് കാടായ കേട്ടോ, ഫുള്ള് കാട്. അങ്ങനെ ഇവിടെ ചെറിയ വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. അവൻ താഴെ നിൽക്കുകയാണോ? എന്താ താഴെ നിൽക്കുക, കയറാൻ പറ്റില്ല. ഇവിടെ ഇത് കണ്ടോ, ഇതിന്റെ മുകളിൽ വേറെ കണ്ടേ? ഞാൻ കണ്ടില്ല, വേറെ വഴിയുണ്ടെന്ന് പറയുന്നത്. മുകളിലോട്ട് വന്നപ്പോൾ ഇതാണ് കാഴ്ച. കൊള്ളല്ലേ? ഇനി നമുക്ക് താഴെ പോയി നോക്കണം. പക്ഷെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ, ഒരു വ്യൂ പോയിന്റ് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മൾ താഴെ കണ്ട സ്കൂള്.
നല്ല സൂര്യൻ്റെ ഒരു വെളിച്ചമുണ്ട്, നല്ല വ്യൂ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു പാറയുണ്ട്. ഇതാണ് അകത്തേക്ക്. ഇവിടെ നല്ല വെയിലുണ്ടെങ്കിലും അകത്ത് വെയിൽ കൊള്ളാതെ ഇരിക്കാം. ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കാം കേട്ടോ. കൂടുതൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ പോയാൽ മതി. സെറ്റ് ചെയ്യണമല്ലോ എല്ലാം കയറി കഴിഞ്ഞിട്ട്. ഉടായിപ്പ് ഇത് കണ്ട, ഇവിടെയാണ് വ്യൂ കാണാൻ പറ്റിയൊരു പോയിന്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഇത് കണ്ട പാറ, കുറേ പാറക്കൂട്ടങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതുവഴി വന്ന ഇങ്ങനൊരു വ്യൂ ഉണ്ട്. വലിയ താഴെ പോവാനായിട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പാറ ഇടുക്കിലൊക്കെ ആകപ്പാണെങ്കിലേ ഉള്ളൂ പ്രശ്നം. പിന്നെ ഇവിടെ വന്നിരുന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നാട്ടുകാരൊക്കെ ഒരുപാടുള്ളൊരു ഏരിയയാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകുന്നു എന്തൊക്കെയാണെന്നൊക്കെ. എനിക്കറിയത്തില്ല എത്രമാത്രം അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും എന്നുള്ളത്. ചിലപ്പം പുല്ലൊക്കെ പുറത്ത് കിടക്കുന്നതായിരിക്കും, ചവിട്ടാൻ സ്ഥലം കാണത്തില്ല. ഉണ്ടോ, നല്ല വ്യൂ ഉണ്ട്. റോഡ് ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം തോന്നിയതെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അത് പോട്ടെ, കാടാണ്, നേച്ചറാണ്. പക്ഷെ പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. ആരും വന്ന് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടിടരുത്. പ്ലാസ്റ്റിക് ഒന്നും കാണാനില്ല ഒരിടത്ത്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. പക്ഷെ ഈ ഒരു പോർഷൻ മാത്രം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും ആരോ വെട്ടിത്തെളിച്ചതാണ്. ഇവിടെ ഇരിക്കാമെന്ന് നാട്ടുകാരൊക്കെ വെട്ടിത്തെളിക്കുന്നതിന് കണ്ട വെട്ടിയ പാടാണ്. ഇപ്പം ഈ ഒരു പോർഷൻ ക്ലിയർ ചെയ്തതാണ് അവര്. ഇവിടെ ഇരിക്കാം, ഇവിടെ നല്ല രസമാണ്. ഇവിടെ ഇരുന്ന് ഈ സൂര്യനെ കണ്ടിരിക്കാം, അടിപൊളിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കാതിരിക്കാൻ മതി. നമുക്ക് എല്ലായിടത്തും പോവാം, എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഇതുപോലുള്ള പ്ലേസിലൊന്നും വരുന്നതിന് ഒരു കുഴപ്പമില്ല. ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ നാട്ടുകാർ ചോദിച്ചു, സംസാരിച്ചു, ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകാതിരുന്നാൽ നിങ്ങളായിട്ട്. ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട്. നമുക്ക് വന്നിരിക്കുന്ന കാറ്റ് കണ്ടോ, ഈ കാറ്റ് കണ്ടോ ബേക്കില്? നല്ല കാറ്റാണ്, സൂര്യൻ, ഒരു ചിളം ചൂടുമുണ്ട്. ഇവിടെ ഇരിക്കാം, എല്ലായിടത്തും പോവാം, എല്ലായിടത്തും പോയി എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി മെയിനായിട്ട് ഇവിടെ വന്നത് ബ്രോ പറഞ്ഞ ഈ ഒരു കാര്യം കാണാനാണ്. നിങ്ങൾ നോക്കിയത് ഇത് കണ്ടോ, ഈ ഒരു വലിയ പാറയുണ്ട്, വലിയ പാറ. ഈ പാറ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നതെന്ന് കണ്ടോ? ഈ ഒരു ചെറിയ പാറ സപ്പോർട്ടിലാണ് കണ്ടോ? ആ ചെറിയ പാറ അട വച്ചിരിക്കുന്നത്. ഇതാണ് അടപ്പാറ എന്ന് പറയുന്നത്. ഇതിൽ കൂടെയാണ് നമ്മൾ നേരത്തെ മോളിൽ നിന്ന് കണ്ടത് വഴി. ഈ ഒരു ചെറിയ പാറ ആണ് ഈ വലിയ പാറയെ താങ്ങി നിർത്തുന്നത്. ഇത് ആക്ച്വലി ശരിയാണ്. ഒരു അതിങ്ങനെ മനുഷ്യർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? മനുഷ്യർക്ക് താങ്ങി നിർത്തിക്കൊണ്ട് പാറ അവിടെ വെച്ച് ഇങ്ങനെ അത് സപ്പോർട്ട് ചെയ്ത് അവിടെ വയ്ക്കേ? ഒരു പ്രോപ്പറായിട്ട് ഇപ്പോൾ കാണാം. ഈ വലിയ പാറ, ഈ ഒരു ചെറിയ പാറയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? എനിക്കിതിന് മുകളിൽ കയറാൻ പറ്റത്തില്ല. ഇതൊരു വലിയ അത്ഭുതം തന്നെ. ഇത് ഈ വഴിയാണ് നമ്മൾ താഴെ നിന്ന് കണ്ടത്. ഇതിപ്പം മൊത്തം കാട് പിടിച്ച് പോയി. ഇവിടെ ഉള്ളവർക്ക് അറിയാം, നമുക്ക് താഴെ നിന്ന് കയറി വരാൻ പറ്റും. നമുക്കിപ്പോൾ കയറി വരാൻ പറ്റത്തില്ല. പക്ഷേ കണ്ടോ, ഒരു കുഴി പോലെ. ഇതുവഴി ഇറങ്ങി പോവാം, പക്ഷെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല. താഴെ ഇറങ്ങി ഇങ്ങോട്ട് കയറാൻ പറ്റൂല. ഇതുവഴി കയറാൻ സ്ഥലമില്ല, പിടിക്കാൻ സ്ഥലമില്ല. ഇതിന് ബലമില്ലെങ്കിൽ പറ്റൂല. നമ്മൾ അങ്ങനെയുള്ള റിസ്ക് ഒന്നും പാടില്ല റോഹ, റിസ്ക് ഒന്നും പാടില്ല. ബി സേഫ്. ഇത്രയും കാട്, നല്ല കാട് പിടിച്ചിട്ട് ഇവിടെ കേവ് പോലും സെറ്റപ്പ്. ഇത്രയും കാട് കയറിയില്ലായിരുന്നു, നമുക്ക് അങ്ങോട്ട് പോയി നോക്കായിരുന്നു. പക്ഷെ അവിടെ കണ്ടോ, ഇവിടെയും ഇനി വവ്വാല് കാണുമോ? പാറയുടെ ഇടയിൽ മൊത്തം വവ്വാലുകളാണല്ലോ സാധനം. ഇത് കണ്ടോ, കൊക്ക. എവിടെ പോവാത്തത്? ആ വെള്ളം കെട്ടി കിടക്കണം. പാറൊന്നും കാണില്ല. പാറയുടെ ഒരു ഇത് പിടി. ഇത് കണ്ട, ഞാൻ എൻ്റെ കാല് ഇതിനകത്ത് പോയി. കുത്തിവെക്കടാ, അത് ഒരു കമ്പെടുത്ത് കുത്തിവെക്ക. എത്ര ഉണ്ടെന്ന് ഞാൻ അതിനകത്ത് പോകുന്നു വിചാരിച്ചത്. അവിടെ ഞാൻ ഈ കാല് ചവിട്ടി വേണം. കണ്ട അവിടെ ഒരു കുഴി പോലെയുണ്ട്. ഞാൻ അങ്ങോട്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയത്. യാതൊരു പോവാത്ത ഭാഗ്യം.